എന്ന് ചിന്തിക്കണമെന്നാണ്. ബൈബിൾ അവസാനിക്കുമ്പോൾ ഒരു ഓഡിറ്റിംഗ് ഇല്ലേ? ബൈബിളിൻ്റെ വിഷയത്തെ ഞാൻ ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ് ആയിട്ടാണ് കാണുന്നത്. എഫേസസിലെ സഭയ്ക്ക് ഇത് ലേഖനത്തിൽ എഫേസസ് സഭയോട് ആത്മാവ് പറയുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകം 2:5 അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക, അനുതപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ട്രാജഡിയാണ് കേട്ടോ ഇത്. വെളിച്ചമെടുത്ത് കളയുമെന്ന്, നിന്റെ വെളിച്ചമെടുത്ത് കളയും. ദീപപീഠത്തിൽ കുറേ അർത്ഥങ്ങളുണ്ട്. പ്രാർത്ഥനാ ജീവിതം എടുത്ത് കളയുന്നൊക്കെ ഉണ്ട്. തിരിതെളിച്ചാണല്ലോ പ്രാർത്ഥിക്കണേ. ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണല്ല ദീപപീഠം. സാന്നിധ്യം കളയും, പ്രാർത്ഥനാ ജീവിതം കളയും. അതാ വിഷയം. അപ്പം വ്യതിചലിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം സാന്നിധ്യം പോകും, പ്രാർത്ഥനാ ജീവിതം പോകും. അപ്പം നീ ഏത് അവസ്ഥയിൽ നിന്നാണ് അതപ്പസ് എന്ന് ചിന്തിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു തകർച്ച വന്നു, അപ്പോൾ ചെയ്യേണ്ടത് ആ തകർച്ച. കഞ്ചാവിൽ നിന്ന് എൻ്റെ മകനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ, ഞങ്ങൾ കോടതി ഞങ്ങളെ പിരിക്കാൻ പോകുകയാണ്, ഞങ്ങളെ ഐക്യപ്പെടുത്തണമേ. അപ്പോൾ വിവാഹം തകർച്ചയായിട്ടുള്ളവർ വിവാഹ ഐക്യത്തിന് വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥിക്കും. ചിലർ കഞ്ചാവിൽപ്പെട്ടവരും മറ്റു കേസിൽപ്പെട്ടവരും ജയിലിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥന ആ സമയത്ത് ആ വിഷയത്തിനല്ല വേണ്ടത്. നീ അവസ്ഥ നിനക്കുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് കൊണ്ട് അനുതാപം ഉണ്ടാകണം. അങ്ങനെയാണ് ഇതിനെ പെട്ടെന്ന് നമ്മൾ ഓവർലക്ക് ചെയ്യണത്. അല്ലാതെ ഈ അണ്ടേക്കൊണ്ട് വളം വെക്കാൻ പറ്റത്തില്ല. അതാണ് സീലോഹിലെ ഗോപുരം വീണ് മരിച്ച ആൾക്കാരില്ല. ലുക്ക 13:4 സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് സിലോഹയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. ഒരു തകർച്ച വന്നാൽ അതിൻ്റെ റൂട്ട് കാണേണ്ടത് പശ്ചാത്താപത്തിൽ എവിടെയാണ് കൃപ